പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അച്ഛനാണെങ്കിൽ ഗീവർഗീസിനോട് പറയുകയാണ്, നീ ആ പുതിയ വന്ന പിള്ളേരുണ്ടല്ലോ അവരുടെ അടുത്തേക്ക് പള്ളിയിലേക്ക് വരാൻ പറ. അതിലൊരു കൊച്ചിറക്കനുണ്ടല്ലോ, ഇത് സുഖമില്ലാത്ത, അതിനെയും കൂടെ കൊണ്ടുവരാൻ പറ. എന്താ വെച്ചാൽ കൊണ്ടുവരാൻ പറഞ്ഞെന്ന് ഗീവർഗീസ് ചോദിക്കുകയാണ്. എന്താ തലയെ തൊട്ട് പ്രാർത്ഥിക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ പറയാണ്, അതെ, പ്രാർത്ഥനയാണല്ലോ ഏറ്റവും നല്ല മരുന്ന്. ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവരോടൊന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ഗീവർഗീസ് പറയാണ്, മേരി ആണെങ്കിൽ ഒരിടത്തും തേയില നുള്ളാൻ പോകാനായിട്ടിരിക്കുകയാണ്. അപ്പം അവിടത്തേക്ക് അവരുടെ കൂട്ടത്തിലുള്ള ആ പെങ്കൊച്ചുകൂടെ ചെല്ലുന്നെന്നാണ് പറഞ്ഞത്. അപ്പം അച്ഛനൊരു കത്തെഴുതി തന്നായിരുന്നെങ്കിൽ ആ പ്ലാന്റേഷൻ മാനേജർക്ക് കൊടുക്കാമായിരുന്നു. അപ്പം ആ കുട്ടിക്ക് ഒരു ജോലി ആവുമല്ലോ, അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ നടക്കുമല്ലോ എന്ന് ഗീവർഗീസ് പറയുന്നുണ്ട്. അപ്പം അച്ഛൻ പറയാണ്, അതിനെന്താ, ഞാൻ എഴുതിത്തരാം, ഒരു കുഴപ്പമില്ല, എന്തായാലും അവരോട് പള്ളിയിലോട്ടേ വരാൻ പറ എന്ന് ഗീവർഗീസിനോട് അച്ഛൻ പറയുന്നുണ്ട്. ഞാൻ പറയാം അച്ഛാ, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് പോവുകയാണ്, അവരെ വിളിച്ചുകൊണ്ട് ഉടനെ വരാം, ഇങ്ങോട്ട് വന്ന് അച്ഛനെ കാണാനുള്ള കാര്യം ഞാൻ പറയാമെന്ന് ഗീവർഗീസ് പറയുകയാണ്. അങ്ങനെ ഗീവർഗീസ് നേരെ വിക്രാന്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴും അച്ഛൻ ഭയങ്കര വിഷമത്തിൽ തന്നെയാണ്. എന്തോ ആപത്ത് അവരുടെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് അച്ഛന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നേരെ ഗീവർഗീസ് ചെല്ലുമ്പോൾ വിക്രവും വേദയും വീട്ടിൽ തന്നെയുണ്ട്. അപ്പം പെട്ടെന്ന് ഗീവർഗീസ് ചെല്ലുമ്പോൾ തന്നെ വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ രാവിലെ തന്നെ? അത് അച്ഛൻ പറയുന്നത് നിങ്ങൾ പള്ളിയിലോട്ട് ചെല്ലാനാണ്, എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് വിക്രം ഞെട്ടി ചോദിക്കുകയാണ്. ഏയ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞാനിന്ന് നിങ്ങളുടെ കാര്യം അച്ഛനോട് സംസാരിച്ചായിരുന്നു. കാരണം മേരി ആണെങ്കിൽ തേയില നുള്ളാനൊക്കെ പോകുന്നുണ്ട്. അപ്പം അവിടത്തേക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞില്ലേ, ഈ കുട്ടി പോകാമെന്നും പറഞ്ഞില്ലേ, ആ കാര്യം പറയാൻ വേണ്ടി ഞാൻ അച്ഛനോട് ചെന്നപ്പോഴും അച്ഛനാണെങ്കിൽ നിങ്ങളുടെ കാര്യം ഇങ്ങോട്ട് സംസാരിച്ച് ഇവിടെയുള്ള മറ്റേ അനിയൻകുട്ടനുണ്ടല്ലോ, അനിയൻകുട്ടനെയും കൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് ചെല്ലാൻ അച്ഛൻ പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ എന്തൊക്കെയോ ഒരു സംശയം പോലെ, നിങ്ങളെന്താ ഇവിടെ വന്ന് താമസിക്കുന്നത്, എന്ത് കാര്യത്തിനാണ് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നൊക്കെ ഒരു സംശയത്തോടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പുറകിൽ ആപത്ത് ഉണ്ടെന്ന് അച്ഛൻ പറയുന്നത് അങ്ങ് വെറും വാക്കാവാറില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചോണം. അച്ഛൻ്റെ ആ സംശയം യാഥാർത്ഥ്യമാവുമോ ഇല്ലയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചോണമെന്ന് ഗീവർഗീസ് പറയാണ്. പിന്നെ ഞാനിപ്പം വന്നത് നിങ്ങൾ മൂന്നുപേരും കൂടെ പള്ളിമേടയിലേക്ക് വരണം. മാത്രമല്ല മേരി ആണെങ്കിൽ തേയില നുള്ളാൻ പോകുന്നുണ്ട്, അപ്പം കുട്ടിക്ക് ഇന്ന് പോകാം. അച്ഛനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ ഒരു കത്ത് എഴുതി തരും, പ്ലാന്റേഷൻ മാനേജർക്ക് കൊടുത്താൽ മതി. പിന്നെ അവിടെ ചെന്ന് ജോലി ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഇന്ന് തന്നെ നിങ്ങൾ എത്തിയിരിക്കണം, ആ കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ്. അപ്പോഴത്തേക്ക് വിക്രം പറയാണ്, വലിയ ഉപകാരം ചേട്ടാ, ഇത്രയും സഹായമൊക്കെ ഞങ്ങൾക്ക് തരുന്നില്ലേ, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ തന്നെ ഗീവർഗീസ് പറയാണ്, ഏയ് ഇപ്പം എൻ്റെ ഒരു യോഗമായിരിക്കും നിങ്ങളെ സഹായിക്കേണ്ടത്, അതുകൊണ്ടായിരിക്കും ഞാൻ നിങ്ങളെ സഹായിക്കുന്നത്, ഞാൻ അത്ര മാത്രമേ കരുതുന്നുള്ളൂ. എന്തായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് വരിക, അനിയൻകുട്ടനെയും കൂടെ കൊണ്ടുവന്നോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഗീവർഗീസ് ഉടനെ അങ്ങ് പോവുകയാണ്. അപ്പം വിക്രത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛനെന്താ അങ്ങനെ സംശയം തോന്നാൻ കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പം വിക്രം പറയാണ്, അച്ഛൻ അദ്ദേഹം ഒരു പുരോഹിതനല്ലേ, അതിൻ്റേതായ ജ്ഞാനം അദ്ദേഹത്തിനുണ്ടാവും എന്ന് വിക്രം പറയാണ്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അതിനുശേഷം വേദ പോയി റെഡിയാവുകയാണ്. അപ്പോൾ വിക്രമാണെങ്കിൽ ബാത്റൂമിൻ്റെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. വേദയാണെങ്കിൽ അങ്ങനെ കുളിച്ച് റെഡിയായി വരികയാണ്. അപ്പോൾ വേദ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വിക്രത്തിനോട് പറയുന്നുണ്ട്, ഇവിടെ ഭയങ്കര തണുപ്പാണ്, കുളിക്കാൻ ഒരു വിധത്തിലും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം വിക്രം പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ സ്വഭാവമായിട്ട് മഞ്ഞ് കൂടുതല, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നാട്ടിലെ പോലെ കുളിക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര തണുപ്പ് കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഞാൻ കുളിക്കുന്നൊന്നുമില്ല. അപ്പോൾ വേദ പറയാണ്, അതെന്തായാലും കൊള്ളാം, അതിൻ്റെ പേര് പറഞ്ഞ് കുളിക്കാതിരിക്കുകയാണ്, എന്തായാലും നമ്മൾ പള്ളിയിലേക്കല്ലേ പോകുന്നത്. വിക്രം പോയി വൃത്തിയായിട്ട് കുളിച്ച് ശുദ്ധമായിട്ട് വരാൻ പറയാണ്. അങ്ങനെ വിക്രം അങ്ങനെ പോവുകയാണ്. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ പള്ളിയിലേക്ക് പോവുകയാണ്. അനിയൻകുട്ടനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെല്ലുമ്പം അച്ഛനകത്ത് പ്രാർത്ഥനയിലാണ് പള്ളിയുടെ മുറ്റത്ത്. അവർ മൂന്നുപേരും കൂടെ പള്ളിയുടെ അവിടെ കാത്തു നിൽക്കുകയാണ്. കുറച്ച് നേരം കാത്തു നിൽക്കുമ്പോഴത്തേക്ക് ഗീവർഗീസ് വരുന്നുണ്ട്. അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞ് വന്നിട്ടുണ്ട്, നിങ്ങളകത്തേക്ക് വരാൻ അച്ഛൻ പറഞ്ഞു എന്ന് പറയാണ്. അപ്പം വേദ ഇങ്ങനെ വിക്രത്തെ നോക്കുന്നുണ്ട്. അപ്പം രണ്ടുപേർക്കും ഒരു സംശയവും ഭയവും ഒക്കെ ഉണ്ട്. കാരണം ഒരു പുരോഹിതൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് ഒരു കള്ളത്തരവും പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ അകത്തേക്ക് ചെല്ലുന്നുണ്ട്. അകത്തേക്ക് ചെല്ലുമ്പോഴത്തെ അനിയൻകുട്ടനെ കാണുന്ന അച്ഛൻ അനിയൻകുട്ടനെ നോക്കുന്നുണ്ട്. അതിന് ശേഷം വിക്രത്തെയും വേദയും നോക്കുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങനെ അച്ഛനെ നോക്കുന്നുണ്ട്. അപ്പം കാര്യങ്ങളെല്ലാം ഗീവർഗീസ് പറഞ്ഞെന്ന് അച്ഛൻ പറയുകയാണ്. എന്നിട്ട് അനിയൻകുട്ടനെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ പേടിക്കണ്ട, അനിയൻകുട്ടൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് തന്നെ മാറും, ഇത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, അതുകൊണ്ട് അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയാണ്. അപ്പം
ഗീവർഗീസ് പറയാണ്, ഈ കുട്ടിയാണ് മേരിയുടെ കൂടെ തേയില നുള്ളാനായിട്ട് പോകാനിരിക്കുന്നത്. അച്ഛനൊരു കത്തെഴുതി തന്നു കഴിഞ്ഞാൽ അതിനും കൂടെ ഇന്ന് തൊട്ട് തന്നെ ജോലിക്ക് പോകാം എന്ന് പറയാണ്. അപ്പോൾ വേദ ഇങ്ങനെ നോക്കിയിട്ട് അച്ഛൻ പറയാണ്, അതിനെന്താ, ഞാൻ കത്തെഴുതി തരുന്നതിന് എനിക്കൊരു വിഷമവും ഇല്ല എന്ന് പറയുകയാണ്. എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ നടക്കണം. മാത്രമല്ല ചുറ്റിനൊരു ശ്രദ്ധ വേണം. ഏത് തരത്തിലാണ് ആപത്ത് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അച്ഛനാണെങ്കിൽ കത്തെഴുതി വേദയുടെ കൊടുക്കുകയാണ്. ഇത് കൊണ്ടുവന്ന് അവിടുത്തെ മാനേജറെ കൊടുത്താൽ മതി, കുട്ടിക്ക് അവിടെ ജോലി ചെയ്യാം എന്ന് പറയാണ്. ശരി അച്ഛാ എന്ന് പറയാണ്. അങ്ങനെ പിന്നെയും വേദയെടുത്ത് പറയാണ്, ശ്രദ്ധിക്കണം, അത് എപ്പോഴും മനസ്സിൽ വേണം എന്ന് പറയാണ്. ആപത്ത് ഏത് വഴിയിലായാലും വരാമെന്ന് വേദയെടുത്ത് പറയുകയാണ്. അങ്ങനെ വേദ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം അച്ഛൻ അനിയൻകുട്ടനെയും കൊണ്ട് പ്രാർത്ഥനാ മുറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ അനിയൻകുട്ടനയുടെ തലയെ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പള്ളിയിൽ കൊണ്ടുപോയി കുറേ പ്രാർത്ഥനകളും ഒക്കെ നടത്തുന്നുണ്ട്. അനിയൻകുട്ടനെയും അവിടെ കൊണ്ടിരുത്തി പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അച്ഛനാണെങ്കിൽ അനിയൻകുട്ടൻ്റെ സ്വബോധം തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകളും മറ്റുമായിട്ട് പള്ളിയിലുണ്ട്. അനിയൻകുട്ടനും ഉണ്ട് അവിടെ. അതിനുശേഷം വേദയാണെങ്കിൽ മേരിയായിട്ട് നേരെ തേയിലത്തോട്ടത്തിലേക്ക് പോവുകയാണ്. അപ്പം പോകുന്ന വഴി മേരി പറയുന്നുണ്ട്, കുട്ടിക്ക് ഇത് ആദ്യത്തെ അനുഭവമായിരിക്കും, കുഴപ്പമില്ല, ആദ്യമൊക്കെ ഭയങ്കര പാടായിരിക്കും, എന്നാലും കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോളൂ. ഇവിടെ ഉള്ളവരെല്ലാം ഈ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. പിന്നെ കുട്ടിക്കും ഇതിന് താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീവർഗീസേട്ടനോട് ഞാൻ കുട്ടിയും കൂടെ വരട്ടെ എന്നുള്ള കാര്യം പറഞ്ഞത്. പിന്നെ അവിടെ വെറുതെ ഇരുന്ന് സമയം കളയണ്ടല്ലോ. പിന്നെ അവിടെ ജോലി കിട്ടാൻ പാടൊന്നുമില്ല. അച്ഛനാണെങ്കിൽ കത്തെഴുതി തന്നിട്ടുണ്ടല്ലോ, അത് ആ പ്ലാന്റേഷൻ മാനേജറുടെ കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ ജോലി ചെയ്യുന്നതിനൊരു കുഴപ്പമില്ല. അച്ഛൻ പറഞ്ഞാൽ കേൾക്കാതൊന്നും ഇരിക്കത്തില്ല എന്ന് പറയാണ്. വേദയാണെങ്കിൽ ഇതൊക്കെ കേട്ട് കൂടെ നടക്കുകയാണ്. വേദ നല്ല സുന്ദരിയായിട്ട് സാരിയൊക്കെ ഉടുത്താണ് അങ്ങോട്ട് പോകുന്നത്. ചേച്ചിയും എൻ്റെ കൂടെ മാനേജറിനെ കാണാൻ വരത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം മേരി പറയാണ്, ഞാനും കൂടെ വരാം, ആ കുട്ടിയുടെ കൂടെ ഞാനും കൂടെ വരിക, പേടിക്കൊന്നും വേണ്ട, നല്ലൊരാളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും മാനേജറിനെ കാണാൻ തേയിലത്തോട്ടത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ നിന്നൊരാൾ പറയുന്നുണ്ട്, മാനേജർ അവിടെ നിൽപ്പുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും നടന്ന് മാനേജറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ദൂരെ നിന്ന് അയാൾ കാണുന്നുണ്ട് വേദ നടന്നു വരുന്നത്. വേദ നല്ല സുന്ദരിയായിട്ട് സാരിയൊക്കെ ഉടുത്ത് വരുന്നത് കാണുമ്പോൾ അയാളിങ്ങനെ ഞെട്ടി കണ്ണും തള്ളി നോക്കിയിരിക്കുകയാണ്. അയാളിങ്ങനെ വിചാരിക്കുകയാണ്, ഇവിടെ ഈ സാരിയൊക്കെ ഉടുത്ത് ഈ സുന്ദരി പെണ്ണ് ഏതാ എന്നിങ്ങനെ അയാളിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ തെറ്റായ രീതിയിൽ വേദയെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവർ രണ്ടുപേരും അയാളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പം ആരാ ഇത് എന്ന് അയാൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ മേരി പറയാണ്, ഇത് പുതിയ അവിടെ പള്ളിയിലെ തോട്ടത്തിനിടയ്ക്കുള്ള വീട്ടിൽ പുതിയ താമസിക്കാൻ വന്നവരാ, എൻ്റെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ്. അപ്പം വേദയാണെങ്കിൽ കയ്യിലിരുന്ന ലെറ്റർ ആണെങ്കിൽ അയാളുടെ കൈ കൊടുത്തിട്ട് പറയാണ്, അച്ഛൻ തന്നെയാണെന്ന് പറയാണ്. അങ്ങനെ ആ ലെറ്റർ വാങ്ങിച്ച് അയാൾ വായിക്കുകയാണ്. ആ പേരെന്ന് ചോദിക്കുന്നുണ്ട്. വേദ എന്ന് പേര് വേദ പറയുന്നുണ്ട്. അപ്പം അയാളുടെ സംസാരവും നോട്ടമൊന്നും വേദയ്ക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അയാളാണെങ്കിൽ വേദയെടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. വേദയ്ക്ക് അത് അങ്ങോട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും വേദ പുതിയ സ്ഥലത്തേക്ക് ജോലിക്ക് വന്നത് വേദയ്ക്ക് തന്നെ കുരുക്കായി മാറും. ഇതാ പുതിയ കെണിയിലേക്ക് ചെന്ന് ചാടുകയാണ്. എന്തായാലും പുതിയ കെണിയിൽ നിന്ന് വേദ വിക്രം തന്നെ രക്ഷിക്കും.